ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ നാടൊക്കെ വിട്ടിട്ട് അങ്ങ് തമിഴ്നാട്ടിൽ പോവുകയാണ്. ഇനി അവിടെ കുറച്ചാൾ താമസിക്കും ഇല്ലയോ കേട്ടോ. നമ്മളൊരു അമ്പലത്തിൽ പോവാണ് തമിഴ്നാട്. ഏതായിരുന്നു വെച്ചാൽ അമ്പലം? തോരണമല അമ്പലം. ഈ അതുപോലെ മറ്റേ പാറട കൊണ്ട് പോണ വേറൊരു അമ്പലം ഉണ്ടല്ലേ, തിരുമല കോവില്. ആ, അവിടെ നമ്മള് പൂവടക്കുക 1200 പടിയാ മുരുകൻ കോവില. ഓഹോ, ഈ മുരുകന്റെ അമ്പലം എല്ലാം ഭയങ്കര മലയുടെ ഉണ്ടല്ലേ അല്ലേ? ഇത് 1200 കോടി. 1200 കോടി. ഇത് പിന്നെ തിരുമലക്കോയിൽ 1100 കോടി. എല്ലാ കണക്കും അറിയാം. ഫോറസ്റ്റ് ഏരിയ ആണ്. അംബാസമുദ്രം റോഡ്. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതെ, എനിക്ക് തോന്നുന്നു അത് പണ്ട് കൊലയെടുക്കാൻ പോകുന്ന അംബാസമുദ്രം വാഴക്കുലൈ. ഇത് ഇപ്പഴെങ്ങാണ്ട് ഓപ്പൺ ആയ അമ്പലം അല്ലേ? പണിയൊന്നും തീരാത്തൊരു അമ്പലമാണ്. അപ്പം കുറച്ചാളായതേ ഉള്ളു തുടങ്ങിയിട്ട്. എന്തിനാ ഇത് ഗ്യാസ് കുറ്റിയൊക്കെ അമ്പലത്തിലേക്കാ പോണ? അല്ല, പോകുന്ന വഴിക്ക് വല്ല കപ്പക്കിഴങ്ങ് തമിഴ്നാട്ടിലോട്ട് പോകുന്നത്, വല്ല ചോളോ കപ്പക്കിഴങ്ങ പുഴുങ്ങ. അപ്പൊ നമ്മള് വിചാരിക്കട്ടെ, അയ്യോ എടുത്തോണ്ട് വന്നെങ്കിൽ ഇരിക്കട്ടെ. നല്ല കാര്യം. ഒരു ചരുവും ഒരു തവി പ്ലേറ്റ് എടുത്തില്ല. പിന്നെ പ്ലേറ്റ് ഇല്ലാതെ അത് നമുക്ക് ഇല. ഇപ്പൊ സമയം ഏതാണ്ട് 12 മണി അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് കേട്ടോ. അങ്ങ് എത്തുമ്പോഴത്തേനും ഒരു 3 മണി ആവും. വൈകുന്നേരം സമയം ആവുമ്പോഴത്തേനും പോകുന്നത് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ചെല്ലുമ്പോൾ കൊട്ട വെയിലായിരിക്കും. വണ്ടി ഇറക്ക്. ആരാ വണ്ടി ഓടിക്കുന്നത്? അച്ഛനല്ലേ? അച്ഛൻ ഓടിച്ചോ? ഓ, അച്ഛൻ മുണ്ടൊക്കെ. ഞാൻ പാൻറ് കേട്ടാ, സാധാ പാൻറ്. ലെറ്റ്സ് ഗോ. ആ ബാ, അത്രേ ഉള്ളൂ. ഇന്ന് സ്കൂളെല്ലാം ഉച്ചക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്തോ സമരോ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്കൂളെല്ലാം ഉച്ചക്ക് കിട്ടും. പണ്ട് ഇതുപോലെ ഉച്ചക്ക് വിടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് നമ്മള് പ്രതീക്ഷിക്കത്തില്ല. ഇന്ന് സമരം എന്തെങ്കിലും വരുമെന്നൊന്നും പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴായിരിക്കും ക്ലാസ് ലീഡറോ ആരെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആരെങ്കിലും വന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന് ഉച്ചക്ക് വിടുമോ. അതൊരു വല്ലാത്തൊരു സന്തോഷം. അച്ഛാ, സമരം വിളിക്കാനൊക്കെ പോയിരുന്നു. പിന്നെ ഞാൻ ഇത് ക്ലാസ് ഇരുന്ന അവധിക്ക് ഓടുന്ന ആളായിരുന്നു. പിന്നെ പാർട്ടിയൊന്നുമില്ല. അവരെ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുക. നമ്മളലമ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് മണിയൊക്കെ എടുത്ത് വെച്ച് അടിച്ചൊക്കെ വിടും. അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇരുന്ന് മണി അടിച്ചോണ്ടിരിക്കുന്നത്. മണി സാറന്മാര് വിട്ടില്ലെന്നുണ്ടെ നമ്മള് പോയി പിന്നെ ബെല്ല് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അടിക്കും. അച്ഛൻ സ്കൂളിലെ ലീഡറൊക്കെ ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഒന്നുമില്ല. ക്ലാസ് ലീഡർ, അടിപ്രവർത്തനം, എല്ലാ പരിപാടിയും ഉണ്ട്. അത് ഇന്ന പാർട്ടിയൊന്നുമില്ല. ആള് കൂടുന്ന അതിനകത്ത് കൂടെ കാണും. സ്കൂൾ വിടുക മെയിൻ പരിപാടി അതായിരുന്നു. സ്കൂൾ വിടണം, പറഞ്ഞായിട്ട് ഇറക്കാൻ പോണ അവിടെ. അമ്മയാ അതിന് അവിടെ എല്ലാം കൊണ്ട് ഉണ്ടായിരുന്നു സ്കൂളിൽ. അവിടെ ഉള്ള പിള്ളേരെ സ്കൂളിൽ പഠിക്കാനല്ലേ ഇരുന്നത്. അച്ഛനൊക്കെ ഞങ്ങൾ അവിടുത്തെ സ്കൂളിലാട്ടോ പഠിച്ചത്, MG സ്കൂളിൽ. ചാണകരുടെ സ്കൂളെന്ന് പറയാൻ ഒന്നര സ്കൂളാ. അവന്റെ നാട്ടിൽ ഞങ്ങളവിടെ സ്കൂളൊക്കെ അടിപൊളി സ്കൂളാ. വണ്ടി ഓടിക്കാൻ MGR എന്തൊരു ചിട്ടി ബാബു. ഇത് ഉണക്കടിച്ച് നിക്കുന്നുണ്ടോ മൊത്തം. എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് തീ പിടിച്ചാൽ മതി, എല്ലാം പടരും ഇങ്ങനെ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ ചേ? വേറെ ലെവൽ കേട്ടാ, വ്യൂ അടിപൊളി. ഇതിന്റെ മണ്ടയിലൊക്കെ മഞ്ഞും കൂടെ വീണ് കിടക്കണം. എന്തൊരു രസമായിരിക്കും. നമുക്ക് ഊണ് കഴിച്ചിട്ട് ഇനി യാത്ര തുടരാം അല്ലേ? തമിഴ്നാട് എത്തിയില്ല കേട്ടോ, നല്ല വിശപ്പ്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഊണ് കഴിച്ചിട്ട് പോവാം. ഊണ് റെഡി. വീട്ടിലൂണല്ല, ഹോട്ടലിലൂണ കേട്ടോ. നല്ല അടിപൊളി പരിപ്പൊക്കെ അരച്ചിട്ടേക്കുന്നു. പരിപ്പും ചോറും ഇച്ചിരി കിഴങ്ങറിയും തോരനും അച്ചാറും പപ്പടവും. അടിപൊളിയാണ്.
കപ്പലിൻ്റെ ഊട്ടാൻ മേടിച്ചു. അടിപൊളി ഊണായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഈ ലോറിക്കാരൊക്കെ കൂടുതൽ നിർത്തുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലോറി കൊണ്ട് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും. ഇതിൻ്റെ താഴെ ആറാ. അവിടെ നിന്ന് കുളിക്കാം, ബാത്റൂമിൽ പോകും, എന്നിട്ട് കുളിച്ചിട്ടൊക്കെ ഒന്നും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഈ സൈഡെല്ലാം അങ്ങനെയാണ്. നമുക്ക് പോവാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മ ഊര് എത്തിയാച്ച്. തമിഴ്നാട്, നമ്മ സ്വന്തം തമിഴ്നാട് എത്തിയാച്ച് സുഹൃത്തുക്കളെ. പ്രകൃതി രമണീയമുണ്ട്. ഇത്രയും പച്ചപ്പൊന്നും കേരളത്തിൽ ഇല്ല. പിന്നെ വയലിലൊന്നും ഇപ്പൊ മൊത്തം എല്ലാം കരിഞ്ഞിടക്കുക. ഇവര് വെള്ളമൊക്കെ ഒഴിക്കുന്നോണ്ട് എല്ലാം പച്ചയായിട്ട് ഇടമാണ്. ഇവിടെ പൂത്തും കുട്ടികളൊക്കെ ഒഴിക്കുന്നത്. പോത്തുകുട്ടികളും പോത്തുകുട്ടികളൊക്കെ എന്ത് നമ്മളവിടൊക്കെ പണ്ട് എന്തോരം കൃഷിയായിരുന്നു സത്യം പറഞ്ഞ. നെല്ലൊക്കെ ഇപ്പൊ ഒന്നുമില്ല. നമുക്ക് കൃഷി ഇവിടുന്ന് അരി കിട്ടുന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരാള് വിതച്ചാ പോരെ. പിന്നെ ഇവർക്ക് അരി ഇവരുണ്ടാക്കുന്ന ആരാ പൈസ കൊടുക്കുന്ന? നമ്മളല്ലേ. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൃഷി ചെയ്യാത്തത്? എന്തുകൊണ്ടാ? ഇവര് അത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ അരി ആരെങ്കിലും മേടിക്കണ്ടേ? അപ്പൊ നമ്മളിവിടെ കൃഷി ചെയ്താ ഇവര് കച്ചവടം നടക്കും. എല്ലാ അരിയും കൂടെ കൂട്ടി അടിയാവും. എവനെ ഇവിടെ കൊടുത്തിട്ടോ കൊച്ചിന് ഇവിടുത്തെ അരി എന്നാ നീ വളർന്നെ. അപ്പൊ നിങ്ങളാ? ഞങ്ങള് പണ്ട് കൊയ്യാൻ പോയ അരിയൊക്കെ തിന്നിട്ടുണ്ട്. ആ അരി ഞങ്ങളെ വയറ്റിയുണ്ട്. അതൊക്കെ മൊത്തം തമിഴ്നാട് അരിയ. എങ്ക ഊരെത്തിയാച്ച്. എങ്ക അണ്ണാ അടിപൊളി കാറ്റ്, നല്ല വാസന വരുന്നു. അന്ത തമിഴ്നാട് വാസന എത്തിയാച്ച്. ആ വ്യൂ നോക്കിയാച്ചാ. ബിഗ് മൗണ്ടൈൻസ്. ഇത് കേരള മൗണ്ടൈൻ അല്ലേ? അത് കേരള മൗണ്ടൈനാ. കേരള മൗണ്ടൈൻ. ഇങ്ങോട്ട് നല്ല വ്യൂ ആട്ടോ. നെൽപ്പാടമൊക്കെ ഉണ്ട്. നോക്കാം. കോളാമ്പിപ്പൂ. ഒടിപൊളിയല്ലേ? നോക്ക്. അമ്പോ നല്ല ഭംഗി കേട്ടോ കാണാൻ. അടിപൊളിയല്ലേ? നെല്ലൊക്കെ ഫുള്ള് കളറ് മാറി കിടക്കുന്നു. ഗോൾഡൻ കളർ ആയിരിക്കുന്നു ഫുള്ള്. വാ ഇറങ്ങിയാ. അവിടെ അടിപൊളി വ്യൂ ആ. സൂപ്പർ ആകണം. നോക്കിയിട്ട് വരാം. വാ. മൂക്ക് കുത്തിക്കോട്ടെ. ഇച്ചി മൂത്രത്തിന്റെ വാടയുണ്ട്. ഇതാ ഇമാരെ കുഴപ്പം. ഇല്ല, കാണിച്ചു തരാം. വാ. ചെറിയ വാട ഉണ്ടെന്നേ ഉള്ളു. പക്ഷെ നല്ല വ്യൂ ആ. കണ്ട വ്യൂ കണ്ട. എന്തൊരു നിങ്ങൾ അങ്ങോട്ട് നോക്കിന്ന്. സൂപ്പർ അല്ലേ? ഭയങ്കര ഫണ്ടാസ്റ്റിക് വ്യൂ ആട്ടോ. ഇങ്ങോട്ട് എനിക്ക് തോന്നി നിങ്ങളിപ്പോ അത് കാണിക്കുന്നത്. കൊള്ളാല്ലേ? ഭയങ്കര ബ്യൂട്ടി ആട്ടോ. 101 കേട്ടോ ലിറ്ററിന്. പോവാ ഇനി നമുക്ക്. ലെറ്റ്സ് ഗോ. കൊള്ളാല്ലേ? സ്ഥലമൊക്കെ നല്ല സെറ്റപ്പ് ആട്ടോ. നെല്ല് കിടക്കുന്ന നോക്കിയേ. കൊക്ക് കൊണ്ടത് വെള്ളം കൊക്കല്ലേ? മൊത്തം അമ്മച്ച് ഒരു കവണ കൊണ്ട് എല്ലാം കൂടെ അടിക്കാം. അടിച്ചാ 4 ദിവസം കറി വയ്ക്കാം നമുക്ക്. ഒരു ദിവസം പൊരിക്കാം, ഒരു ദിവസം ബിരിയാണി വയ്ക്കാം. കേസ് വരും. പക്ഷെ വനം വകുപ്പിന്റെ വക, തമിഴ്നാട് വനം വകുപ്പിന്റെ വക കേരളത്തിൽ കേസ് കിട്ടും. കേന്ദ്രമാന്ന് തോന്നില്ലേ ഇത്? ഇതൊക്കെ കേന്ദ്രം കേട്ടോ. അതൊന്നും ചെയ്യല്ലേ. മുളകിട്ട് വെക്കണം. മുളക് പുളി. ഇത് എന്തിനാടേ? പുളിത്തൈ. പഞ്ചായത്തിന്റെ സ്ഥലങ്ങളിൽ റോഡ് സൈഡൊക്കെ നട്ടു വെക്കുമല്ലേ? അങ്ങനെയുള്ളതായിരിക്കും. ഇനി നമുക്ക് ഏകദേശം ഒരു 39 മിനിറ്റ് കൂടെ ഉണ്ട് ഡ്രൈവ്. 23 കിലോമീറ്റർ. ഇപ്പൊ എത്തൂല, കുറച്ചേരം എടുക്കും. എത്ര മണി വരെ? 3:30 വരെ. 3:30 വരെ കയറ്റി വിടും. 3:30 വരെ കയറ്റി വിടുമല്ലേ? ഇതിന് പെട്ടെന്ന് പോയാൽ എത്താം. ഇപ്പൊ 3 മണിയാ കാണിക്കുന്നത് അവിടെ എത്തുന്ന ടൈം.
തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സ്കാമാണ് വേണ്ട ഈ ഇരിക്കുന്ന ടീമുകള്. ഇരിക്കുന്നുണ്ടോ, ഒരു കാരണവശാലും ഇമ്മാര് ഇരി തല കൊണ്ട് വെച്ചു കൊടുക്കരുത്. ഞൊങ്ങ് നമ്മുടെ എവിടെയും കിട്ടും, 50 രൂപയേ ഉള്ളൂ. ഇമ്മാര് മേടിക്കുന്നത് 500 രൂപ വരെ നമ്മുടെ മേടിക്കും. അത് കാരണം എങ്ങനെ അറിയാവോ? ആദ്യം ഞൊങ്ങ് തരും, അണ്ണ ഇത് 100 രൂപ എന്ന് പറയും. എന്നിട്ട് നമ്മളത് മേടിക്കും. എന്നിട്ട് അണ്ണ കൊഞ്ചം തണ്ണി ഊത്തട്ടുമാ, അപ്പൊ നമ്മളെ ഊത്തണ്ണ നല്ല നല്ല രുചി ഇരിക്കും പറയും. ഊത്തി തരും. ഒരു ഊത്തിന് 100 രൂപ. വീണ്ടും ഊത്തു പോയി, ഇച്ചിരിച്ച് ഊത്തു. ഓരോ ഊത്തിന് 100 രൂപയാ ആണ്. പറ്റിച്ച് കൈ തരും. മഹാ ഉടായിപ്പോ. അതാണെങ്കിൽ കരിക്ക് ഈ ഞൊങ്ങിന്റെ വെള്ളമല്ല, ആ പഞ്ചാര വെള്ളം കലക്കിയത്. ഇത് ഒഴിച്ചിട്ട് 100 രൂപ വെച്ച് കഴിച്ചോണ്ടിരിക്കും. എന്നെ പറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വണ്ടി കണ്ടപ്പോഴേ കൈ കാണിച്ച കാണുമ്പോണ്ടോ അത് ഇവിടെ വെച്ചല്ല, നേരിട്ട് അങ്ങോട്ട് അവിടെ വെച്ചിട്ട് കേരള വണ്ടിയുടെ വാങ്ങേന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ നമുക്ക് അയ്യോ നല്ല സ്നേഹമുള്ള ചേട്ടൻ എന്ന് പറയുന്നത് ചെന്ന് കയറി കൊടുക്കും. പറ്റിച്ചു ചെയ്തരും കേട്ടോ. ഭയങ്കര സ്കാം പരിപാടിയന്മാര്. അതുകൊണ്ട് ദേവി ഇത് തമിഴ്നാട് വരുമ്പം ഈ ഒരു സാധനത്തിന് മാത്രം കൊണ്ട് തല വെച്ച് കൊടുക്കരുത്, പണിഞ്ഞു തരും. ബാക്കിയൊക്കെ കൊണ്ട് കൊള്ളാണ്ട കൊലയൊക്കെ വരുന്ന വണ്ടിയൊക്കെ കണ്ടു, മനോഹരമാണ്. നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 13 കിലോമീറ്ററും കൂടെ ഉള്ളു. നമ്മ എന്തായിട്ട് വെട്ടി സൈസ് ആക്കുന്നു. തേങ്ങയമ്മ അത് അത്രടേ ഇത് നീ അറിഞ്ഞൂടാ കേട്ടോ. എല്ലാരും അതാണ് നോക്കിക്കുന്നത്. അത്രടേ കത്തി വെച്ച് എറിഞ്ഞേറ്റ് തരുമെന്തോ. തേങ്ങയമ്മ തേങ്ങ അത് വെട്ടിപ്പൊട്ടിച്ച് അതിന്റെ തേങ്ങ എടുക്കുന്നു. ഓ ഇവിടെ മൊത്തം വെട്ടിക്കൂട്ടിട്ടേക്കുന്നു. വേണ്ട എന്തൊരു സാധനം വെച്ചത്, എന്തരത് തിരിച്ചൊരു പോകാൻ കേട്ടോ. എന്തൊക്കെ വെറൈറ്റി ആയിട്ട് തോണ്ടല്ല, അതാണ് മല. തോണ്ടേ പോണ്ടേ ആണ് ആ മലയാണ് കേട്ടോ നമ്മള് പോണ. തോരണ മല, അതാണ് മല. ഇനി ഒരു ദിവസം നമുക്ക് തമിഴ്നാട് വന്നിട്ട് നമുക്ക് ക്യാമ്പ് അടിക്കാം. ഫുഡ് വയ്ക്കാനുള്ള സാധനമൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് അന്ന് ക്യാമ്പ് ചെയ്ത പോലെ ഒരു ദിവസം ടെന്റൊക്കെ അടിച്ചിട്ട് നമുക്ക് സ്റ്റേ അടിക്കാം. ഓ അതാണ് കേട്ടോ തോരണ മല. ഓ എന്തൊരു വ്യൂ അല്ലേ ടോപ്പിലാവും. അതാണ് കണ്ട വേണ്ടി മനസ്സിലായി. ഇവിടെ ഇതുപോലെ കേട്ടോ ഒരു വെള്ളമൊക്കെ സെറ്റ് ചെയ്യുന്ന എന്താ, വെള്ളം വീഴുന്നുണ്ടോ ഇവിടെ? അതുകൊണ്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുപോലെ മോട്ടർ അടിച്ച് ആവശ്യമായ സ്ഥലത്തോട്ട് ഇങ്ങനെ എല്ലാം കട്ടച്ചുള വേണ്ട കട്ട ഉണ്ടാക്കുന്ന സ്ഥലം. കൂടുതലല്ലേ പിള്ളേരൊക്കെ ഇരിക്കുന്നു. ഒരു കൊച്ചു ഓണ്ട റോട്ടിന്റെ നടുക്ക് ചെയ്യുന്നു. വാറ്റൊക്കെ എടുത്ത് ചടിക്കുവാണ് കേട്ടാ. ഇതൊക്കെ നമ്മളെ കൊച്ചുനാളിലുള്ള കാലമാണെന്ന് ഇവിടെയൊക്കെ സ്ലോ ആയിട്ട് പോണേ. അവൻ കല്ലൊക്കെ എടുത്ത് വെച്ച് അടിക്കുവാണ്, എടുത്ത് വെച്ച് എറിഞ്ഞു തരുമെന്തോ. ഹായ് 2 കിലോമീറ്ററും കൂടെ ഉള്ളു ഇനി എത്താറായി കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ചെറിയ വഴിയാ, കോളനി പോലത്തെ സ്ഥലം കേട്ടോ. അടുത്തടുത്ത് വീടുകൾ. കനവൂർ. പിന്നെ ഇവിടെ എല്ലാത്തിനും ബാനറാ. ഇതുപോലെ കുടുംബസമേതമുള്ള ബാനർ ഇങ്ങനെ അടിച്ചങ്ങ് പോകും. പോസ്റ്റർ സിനിമയുടെ അതിനി കല്യാണമാണെങ്കിലും കൊച്ചിന്റെ ചരടുകെട്ടാണെങ്കിലും എല്ലാത്തിനും. എന്നിട്ട് അറ്റത്ത് തലാജിത്തിന്റെ ഒരു ഫോട്ടോ കാണും, അല്ലെങ്കിൽ വിജയ് ആരെങ്കിലും ഒക്കെ ഫോട്ടോ കാണും. ആ പടി കണ്ടാ കയറി പോന്നെ വഴി. അതുകൊണ്ട് ആണ്ടാ കാണുന്നുണ്ട ആ വെള്ളം അതെല്ലാം വഴിയാ. അത്രയും നമ്മള് കയറി പോണം. ഇത്രയും ഹൈറ്റിൽ നടക്കണമല്ലേ? മറ്റേ ഇതില്ലേ അതൊന്നുമില്ല, ട്രെയിൻ അല്ല. ഹേ ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതേണ്ടേ ആ കാണുന്നതാണ് തോരണമല. അതുകൊണ്ടേ എൻ്റെ മണ്ടയിലാട്ടോ അമ്പലം. പക്ഷെ എന്തൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മറ്റേ പെയിന്റ് ആണെന്ന് തോന്നുന്നു. പെയിന്റ് എന്തോ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത കേട്ടോ. പക്ഷെ കാര്യമായിട്ട് വലിയ തിരക്കൊന്നുമില്ല. പാർക്കിംഗ് ഒക്കെ മൊത്തം ഒഴിഞ്ഞടക്കുക. എനിക്കൊന്ന് ഇവിടെ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നില്ലേ. ആ ഒരു കേൽ വണ്ടി കിടക്കുന്നു. ആ ശരിയാ, നമ്മള് തമിഴ്നാട് വരുമ്പോഴത്തേനെ, തമിഴ്നാടെന്നല്ല നമ്മള് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ഒരു കേൽ വണ്ടിയാണ് ഒരു പ്രത്യേക സന്തോഷം. നടക്കാൻ ഒത്തിരി ഉണ്ട് കേട്ടോ, കുറെ നടക്കണം. മറ്റേ കയറിപ്പോണ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പാതി വെച്ചുമ്പോൾ എന്നെ അച്ഛൻ എടുക്കും. എന്നെ ഇതുപോലെ കളിപ്പാട്ടൊക്കെ മേടിക്കാൻ ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം എടുത്താ